രാജ്യത്തിന്റെ ജനസംഖ്യയും സാമൂഹിക സാമ്പത്തിക വിവരങ്ങളും കൃത്യമായി ശേഖരിക്കുന്നതിനുള്ള സുപ്രധാന ദൗത്യമായ സെൻസസ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുതോറും നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ പ്രവർത്തനത്തിനു പിന്നിൽ നിരവധി സെൻസസ് ജീവനക്കാരുടെ ആത്മാർത്ഥമായ സേവനമുണ്ട്. അത്തരത്തിൽ നിശ്ചയിച്ചിരുന്ന ഒന്നാം ഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾ ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ വി.ടി. ഹബീബ്. തന്റെ പ്രവർത്തനങ്ങളുടെ സമാപന ദിനത്തിൽ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളും അനുഭവങ്ങളും ഈരാറ്റുപേട്ട വാർത്തയുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങൾ സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഭിത്തി ഹോളോബ്രിക്സ് കട്ടയാണോ? കോൺക്രീറ്റ് കട്ട അല്ലേ? കോൺക്രീറ്റ് കട്ട. അതുപോലെ പിന്നെ മേൽക്കൂരയായിട്ട് കോൺക്രീറ്റ് അല്ലേ? താമസസ്ഥലം നല്ല താമസസ്ഥലമാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്ര പേര് താമസിക്കുന്നുണ്ട് നിങ്ങൾ മൊത്തം ഇവിടെ സ്ഥിര താമസം? 6. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടില്ലല്ലോ അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? സ്വന്തം വീടല്ലേ ഇത്? എത്ര മുറികളുണ്ട്? 3 മുറികൾ. ഒരു ദമ്പതിമാരല്ലേ? ദമ്പതി അല്ലേ? പിന്നെ കിണർ ഉണ്ടോ? കുഴൽക്കിണറാണോ? വെള്ളം കുടിക്കുന്ന കുഴൽക്കിണറ്റിൽ നിന്നുള്ള വെള്ളമാണോ? ഉള്ള കുഴൽക്കിണറാണല്ലേ? പിന്നെ വെള്ളം കുടിവെള്ള സ്രോതസ് എവിടെ നിന്നായിരുന്നു? പിന്നെ എവിടെ നിന്നാണ്? പരിസരത്തിനടുത്തുനിന്നുണ്ട്. കറണ്ട് ഉണ്ടല്ലോ അല്ലേ? പിന്നെ കക്കൂസ്, പിന്നെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഈ മലിനജലം വേസ്റ്റ് വാട്ടർ പോകാനായിട്ട് പിന്നെ ഇറക്കിയിട്ട് അടച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടില്ലേ? ഓക്കെ. പിന്നെ കുളിമുറി ഉണ്ടല്ലോ അല്ലേ? ഗ്യാസ് കണക്ഷൻ. പിന്നെ അതുപോലെ ഈ പാചകം ചെയ്യുന്ന പിന്നെ വിറക് കൊണ്ടാണോ അതോ പിന്നെ ഗ്യാസിലാണ് പ്രധാനമായിട്ട്? പിന്നെ റേഡിയോ ഉണ്ടോ? റേഡിയോ സെറ്റ്? ഇല്ലല്ല. റേഡിയോ കേൾക്കാറില്ലല്ലോ അല്ലേ? ഈ മൊബൈൽ വഴിയൊന്നും. FM റേഡിയോ കേൾക്കാറുണ്ട്? FM റേഡിയോ കേൾക്കാറുണ്ട്. ടി വി ഉണ്ടോ? ടി വി ഇല്ല. നെറ്റ് കിട്ടുന്നത് പിന്നെ മൊബൈൽ വഴിയാണോ അതോ വൈഫൈ ഉണ്ടോ? ഇല്ല. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടോ? ഇല്ല. പിന്നെ സ്മാർട്ട് ഫോണ്, 2 വീലർ ഉണ്ടോ? സ്കൂട്ടറോ ബൈക്ക് എന്തെങ്കിലും ഉണ്ട്? ഇല്ല. കാറോ? കാറുണ്ട്. പിന്നെ പ്രധാനം കഴിക്കുന്ന ആഹാരം അരിയാഹാരം അല്ലേ? ഓക്കെ. നമ്പർ പറയാമോ? ഫോൺ നമ്പർ? 95 62. സെൻസസിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഞാൻ 17ാം ഡിവിഷൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. 280ഓളം വീടുകളാണുള്ളത്. അതിൽ തന്നെ പിന്നെ ഇപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ 99% പൂർത്തിയായി. ഇന്നും നാളെ ആയിട്ട് പൂർത്തീകരിക്കാമെന്നാണ് കരുതുന്നത്. ഇവിടെയുള്ള ജനങ്ങളെന്ന് പറയുന്നത് തന്നെ പിന്നെ എനിക്കൊക്കെ ഏതാണ്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. എന്ന് മാത്രമല്ല 17ാം ഡിവിഷൻ്റെ ആ ഭാഗത്ത് എല്ലാവരും തന്നെ നല്ല ഒരു സഹകരണ മനോഭാവമായിരുന്നു. കാരണം എല്ലാവരും തന്നെ വീട്ടിൽ ചെന്ന് നമ്പർ ഇടാനാണേലും പിന്നീട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴും സത്യസന്ധമായ വിവരങ്ങൾ തന്നെ നൽകി ഏറ്റവും മാതൃകാപരമായ ഒരു സമീപനമാണ് ഈ വാർഡിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ 250 സെൻസസ് വീടുകളിലെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് പിന്നെ സൂപ്പർവൈസർമാരായിട്ട് ആംബുലൻസ് ടീച്ചറാണേലും പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ ചാർജ് ഓഫീസർ ബിപിൻ സാറ്, നഗരസഭാ സെക്രട്ടറി, അതുപോലെ നഗരസഭയിലെ ജീവനക്കാർ, ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഏറ്റവും നല്ല സഹായകരമായ രീതിയിലും ഏറ്റവും സൗഹാർദ്ദപരമായ രീതിയിലും ഒരു നല്ല ടീം വർക്കായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്യൂമറേറ്റർമാരായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് വലിയ പിന്നെ ആത്മവിശ്വാസം പകരുകയും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇത് പിന്നെ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓരോ വീടുകളുടെയും നമ്പറിട്ട് ക്ലിയറാക്കി തൊട്ടടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കാമെന്നാണ് കരുതുന്നത്. ഏതാണ്ടും ഈ സെൻസസിൻ്റെ 2ാം ഘട്ട പിന്നെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളുടെ സെക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം ഇനി 2027 ഫെബ്രുവരിയിൽ നമ്മുടെ പിന്നെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പോപ്പുലേഷൻ സർവേയും നടക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഈ സെൻസസ് അവസാനിക്കുന്നത്. പൊതുവെ ഇവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഈ പ്രദേശത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ അടുത്തടുത്ത് വീടുണ്ട്, പിന്നെ ഒറ്റപ്പെട്ട വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വീടുകൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല മറ്റ് പ്രദേശങ്ങളെ പോലെ ഇപ്പോൾ നായശല്യം, പട്ടി കടിച്ചെന്നൊക്കെ പറയുന്ന ആ ഒരു പ്രശ്നമൊന്നും നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെ ഇല്ല. ചെറിയ ഒരു കുന്നുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതലുള്ള സഹപ്രവർത്തനം ഇങ്ങനെ വീണ് പിന്നെ കൈക്കൊക്കെ പരിക്ക് പറ്റി കൈ ഒടിഞ്ഞ ഒരു അവസ്ഥയിലൊക്കെ
ഒരാൾ പിന്നെ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇപ്പം. ഏതായാലും ഭാഗ്യവശാൽ ഇവിടെ ആ പ്രശ്നങ്ങളോ വലിയ പ്രശ്നങ്ങളോ, പിന്നെ ആപ്പാട് പ്രതിസന്ധിയായിട്ട് വന്നത് ഇടയ്ക്ക് ശക്തമായ മഴയായിരുന്നു. ഈ മഴയുടെ ഇടയിലും നമ്മൾ ഓരോ വീടുകളിലും കയറി നമ്പർ ഇടുകയും പിന്നീട് അതിനുശേഷം ഈ പറയുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ള ഒരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം നല്ല മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ വീടുകളിൽ കയറി ഇരിക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. അതായത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ 30-ാം തീയതി ഉണ്ടെങ്കിൽ തന്നെയും ഇന്ന് കൊണ്ട് തന്നെ എൻ്റെ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്ത്, ഇതിൻ്റെ വാർഡിൻ്റെ ഒരു കിഴക്ക് ഭാഗത്ത്, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു, അവിടെ മാത്രമാണ് ഒറ്റപ്പെട്ട വീടുള്ളത്. അവിടെ കുറച്ചൊരു 10-15 മിനിറ്റ് ഇറങ്ങി നടന്ന് വേണം. അവിടെ മാത്രമാണ് നമുക്കൊരു പിന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോകുമ്പോൾ തോന്നാറുള്ളൂ. അവിടെ കുറച്ച് വിജനമായ പ്രദേശമാണ്. അതുകൊണ്ട് പാമ്പുകളുടെ ശല്യമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ഓവർകം ചെയ്ത് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ മറ്റ് പ്രതിസന്ധികൾ, അല്ല ജനങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ വലിയൊരു മോശമായ സാഹചര്യം അല്ലെങ്കിൽ ഇത് എന്തിനാന്നുള്ള ചോദ്യം ചെയ്യൽ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലാത്തതിൻ്റെ പേരിൽ അവർ തെറ്റായ ചില നമ്പറുകളൊക്കെ ഇങ്ങനെ തരികയും പക്ഷെ അത് ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് വളരെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് നേരത്തെ സെൽഫ് എന്യൂമറേഷന് വേണ്ടി വലിയ പ്രചാരണമൊക്കെ നടന്നിരുന്നല്ലോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആളുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സെൽഫ് എന്യൂമറേഷനിൽ സെൽഫ് എന്യൂമറേഷൻ നടത്തിയതിൽ ഈ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പലരും സെൽഫ് എന്യൂമറേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇത് പൊരുത്തപ്പെടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെ അങ്ങനെ പിന്നെ പലരും പറഞ്ഞൊരു കാര്യം, സെൽഫ് എന്യൂമറേഷനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ ഭാഗം വരുന്നത് കൊണ്ട് അവർക്ക് പലപ്പോഴും അത് വിജയകരമാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഏകദേശം എന്നെ സംബന്ധിച്ച് ഒരു 10-15ഓളം ആൾക്കാർ ആണ് സെൽഫ് എന്യൂമറേഷനായിട്ട് നമുക്ക് വിജയകരമായിട്ട് നമുക്ക് പൂർത്തീകരിച്ച് തന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വീണ്ടും അല്ലാതെ തന്നെ ചെയ്യേണ്ടി വന്നു. കുറച്ച് പേര് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അവരുടെ വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഒരു വ്യാപകമായ രീതിയിലുള്ള സെൽഫ് എന്യൂമറേഷൻ എൻ്റെ ഭാഗത്ത് നടന്നതായിട്ട് കാണുന്നില്ല. ഈ 30-ാം തീയതി വരെ സമയമുണ്ടല്ലോ, പക്ഷേ ഇത്രയും പെട്ടെന്ന് സാറിന് ഇത് എങ്ങനെ തീർക്കാൻ കഴിഞ്ഞെന്നുള്ള ഒരു അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യത്തെ 3 ദിവസമാണ് നമ്പറിൻ്റെ 3 ദിവസം തന്നെ പൂർത്തീകരിച്ചു. പിന്നെ രാവിലെ ആണ്ട് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് അറിയാവുന്നൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിയോടുകൂടി തന്നെ ഞാൻ ഇറങ്ങുകയും പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രം സമയം നീക്കി വയ്ക്കുകയും ചില ദിവസങ്ങളിൽ വൈകുന്നേരം 6:45 വരെയും ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെയുള്ള ജനങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഈ കാര്യങ്ങൾ സമീപിച്ചിരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡോടുകൂടിയാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല അനുഭവമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും ഇറങ്ങി ചെല്ലാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു പെൻഡിങ്ങിൽ വെക്കാതെ, കാരണം ഡ്യൂട്ടി ഓഫ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഓഫീസിൽ നിന്ന് വിനിയോഗിച്ചുകൊണ്ട് മാക്സിമം പെട്ടെന്ന് തീർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ആൻഡ് നമുക്കിപ്പം 30-ാം തീയതി വരെ ഉണ്ടെങ്കിലും ഇന്നുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി ഫിനിഷ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഇനിയിപ്പം ഒരു 4-5 വീടുകൾ കൂടി മാത്രമേ ഉള്ളൂ. സർക്കാർ ജീവനക്കാർക്ക് പകരം ഈ സന്നദ്ധ പ്രവർത്തകരെയോ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത യുവാക്കൾ ഒരുപാട് പേരുണ്ട്. അവരെയോ ഈ സെൻസസിന് ഏൽപ്പിക്കുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ജോലിഭാരം ഒരുപാട് കുറഞ്ഞു കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുകളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരു എന്യൂമറേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സർക്കാർ ജീവനക്കാരൻ, അവരുടെ നയപരമായ കാര്യങ്ങളാണ്. എങ്കിൽ പോലും സർക്കാർ ജീവനക്കാർ വെക്കുന്നതുകൊണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ ഒരു ഉത്തരവാദിത്വം. കാരണം അവർ ഒരു ഉത്തരവാദിത്തപ്പെട്ട തൊഴിൽ ചെയ്യുന്നതാണ്, ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചകൾ അവർ വരുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. അല്ലാത്തവർക്ക് ഒരുപക്ഷെ അത്രത്തോളം ഒരു ശ്രമം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ പിന്നെ മുഖങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നെ അധ്യാപകരെയും നിയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പറയാൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കും ഒരു എന്യൂമറേറ്റർ എന്ന നിലയ്ക്കും എനിക്ക് പരിമിതികളുള്ളതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ പിന്നെ ബുദ്ധിമുട്ടുമുണ്ട്.